സോറി കുറച്ച് ലേറ്റ് ആയി പോയി. ഇത് കൂടി ഭയങ്കര ഷോപ്പിംഗ് ആണല്ലോ. നിന്റെ ആ പഴയ ഫിഷിക്കൊക്കെ അങ്ങ് മാറിയോ? പിടിച്ചോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓക്കെ? ഇത്രയും വില കുറവോ? ഓട്സിന് ഇത്രേ ഉള്ളൂ, ഇതിനൊക്കെ ഇത്രേ ഉള്ളൂ, ഷാംപൂന് ഇത്രേ ഉള്ളൂ, കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. കാവ്യാലാപനവും പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഡേവിസ് കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതം വായിക്കാൻ പോലും ഇവർക്കറിയാതെ, സംസ്കൃതം വായിക്കാനോ സംസ്കൃതം കേൾക്കാനോ ഇവർക്ക് അറിയാറില്ല. കീഴ്ജാതിക്കാരായ അത് ബ്രാഹ്മണർക്ക് മാത്രമേ പാടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രതീതി ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ശ്രീരാമനെ ഭഗവാനായി സങ്കല്പിച്ചുകൊണ്ട്, അതാണ് അധ്യാത്മരാമായണം എന്ന് പറയുന്നത്. അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗവതമായിട്ടാണ് കണക്കൂട്ടിയിട്ടുള്ളത്. ഞാൻ പല യോഗങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് 4 ഭാഗവതങ്ങളാണ്. അതിലൊന്നാണ് ആദ്യത്തെ ഭാഗവതമാണ്. 3 ഭാഗവതങ്ങളാണ്. അതിൽ ആദ്യത്തെ ഭാഗവതമാണ് രാമായണം എന്നുള്ള ഭാഗവതം. നമ്മുടെ ഹിന്ദു സംസ്കാരം അനുസരിച്ച് 3 അടിസ്ഥാന പ്രാർത്ഥനകളാണ്. ആധ്യാത്മിക ചിന്തയിലൂടെ മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് എഴുത്തച്ഛൻ രാമായണ രചനയിലൂടെ ശ്രമിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതര ഭാഷകളിലെ രാമായണങ്ങളെ എന്തുകൊണ്ടും അതിശയിക്കുന്നതാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ടം. വടക്കാഞ്ചേരി അമ്പിളി ഭവനിൽ നടത്തിയ പരിപാടിയിൽ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ പുന്നയ്ക്ക നാരായണൻ അധ്യക്ഷത വഹിച്ച് രാമായണ മാഹാത്മ്യം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഭക്തിമാർഗത്തിലൂടെ ജാതി വിവേചനത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ ശ്രമിച്ച ആദ്യ നവോത്ഥാന കൃതിയാണ് അധ്യാത്മ രാമായണമെന്ന് അദ്ദേഹം പറഞ്ഞു. കുറ്റിപ്പുഴ രവി, ഇ സുമതിക്കുട്ടി, ജോർജ് തോമസ്, ടി എൻ നമ്പീശൻ, ജോൺസൺ കുന്നപ്പള്ളി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഉഷ രാമചന്ദ്രൻ, ഇന്ദിര, പ്രീത വിജയകുമാർ, സ്വപ്നശ്രീ, ശ്രീലത കാഞ്ഞിരക്കോട്, നിഖിൽ വി എം എന്നിവർ കാവ്യാലാപനം നടത്തി. ഗാനഭൂഷണം ബിന്ദു ബാസുരിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയെ ജനറൽ സെക്രട്ടറി കെ എ ഗോവിന്ദൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം എൻ ഗോപിനാഥൻ നന്ദിയും പറഞ്ഞു.